വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സ്പെഷ്യലായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇത്. കുറച്ച് സവാള വറുത്ത് മാറ്റി വെച്ചാൽ തന്നെ ഇതിൻ്റെ പകുതി പ്രിപ്പറേഷൻ കഴിഞ്ഞു എന്ന് പറയാം. പിന്നെ ചിക്കനിലേക്ക് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള എല്ലാം കൂടെ ഈ ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരമണിക്കൂർ മാറ്റി വയ്ക്കാം കേട്ടോ. ചിലർ ഈ സമയത്ത് ഇതിലേക്ക് മല്ലിപ്പൊടിയും തക്കാളിയൊക്കെ ചേർക്കാറുണ്ട്. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. അതൊന്നും ഇല്ലെങ്കിലും ഈ ചിക്കൻ ഒരു അടിപൊളി ടെക്സ്ചറും കളറും ഒക്കെ കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്കിനി ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ സവാള വറുത്തതിൽ തന്നെ ഉണ്ടാവുമല്ലോ. ഞാനൊരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കുക. ചെറു തീയിൽ അങ്ങനെ അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. നമ്മൾ പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഞാനിതൊരു ടൈറ്റ് ഗ്രേവി ആയിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. നെയ്ച്ചോറിനൊക്കെ ഇതൊരു അടിപൊളി കോമ്പിനേഷനാണ്. ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇനി അതല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ച് ഇളക്കി ഒരു ഡ്രൈ ഫ്രൈ പോലെ നമുക്ക് എടുക്കാം കേട്ടോ.